വ്യക്തിയെ ഉത്തേജിപ്പിക്കുവാൻ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, ചുവപ്പ് അല്പം നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സംഘർഷമുണ്ടാക്കുവാനോ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുവാനോ സാധ്യതയുണ്ട്. നീല നിറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ, നീല നിറത്തിന് വേദനയും വിഷാദവുമുള്ള വ്യക്തികളെ പോസിറ്റീവായി സ്വാധീനിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. നീലയുടെ ഇരുണ്ട ഷെയ്ഡുകൾക്ക് നല്ല ഉറക്കം നൽകാനുള്ള കഴിവുണ്ടെന്നും കരുതപ്പെടുന്നു. ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഇരുണ്ട നീല നിറം കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു മുറിയിൽ ഉറങ്ങാൻ അനുവദിക്കുമ്പോൾ അവർ കൂടുതൽ മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതായി പല പരീക്ഷണങ്ങളും നടന്നിട്ടുമുണ്ട്. നീല പൊതുവെ വിശ്വാസ്യത, റിലാക്സേഷൻ എന്നിങ്ങനെയുള്ള വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് കരുതുന്നത്. പച്ച നിറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പച്ച പ്രകൃതിയുടെ നിറമാണ്. ഇത് സമ്മർദ്ദം കുറയ്ക്കുവാനും ഒരു വ്യക്തിയുടെ മനസ്സിന് വിശ്രമം അനുവദിച്ചു നൽകുവാനും സഹായിക്കുന്ന നിറമാണ്. ചെറുപ്പത്തിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും. കാലിൽ മുള്ളുകുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ ആ മുള്ളെടുക്കുന്ന സമയത്ത് മുള്ളെടുക്കുന്ന വ്യക്തി ഈ വേദനിക്കുന്ന വ്യക്തിയോട് പച്ചയിലേക്ക് നോക്കാൻ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കാൻ പറയുന്നതെന്നൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിലെ ഓരോ ജീവിയും കണ്ണിൽ കൂടുതൽ കാണുന്ന ഒരു നിറം പച്ചയായിരിക്കും. കാരണം ചുറ്റുഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ചെടികളാണല്ലോ. പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ മനസ്സിനൊരു വിശ്രമം അനുഭവപ്പെടുന്നതും നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ അവിടെയും എല്ലാ കർട്ടനുകളും പച്ച നിറത്തിൽ കാണപ്പെടാറുമുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ ഒരു കാരണം പച്ച നിറത്തിന് മനസ്സിന് അല്പം റിലാക്സേഷൻ നൽകുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. മഞ്ഞ നിറം നിങ്ങളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റും, ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടോയ്സ്, ഗെയിംസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം മഞ്ഞ നിറം ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ജ്യൂസ് പാർലറുകളിലും നല്ലപോലെ സന്തോഷിക്കുവാനായി നമ്മൾ ചെന്നെത്തുന്ന പല പാർലറുകളിലും വാട്ടർ തീം പാർക്കുകളിലുമെല്ലാം മഞ്ഞ നിറം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഓറഞ്ച് നിറത്തിനും ഇതേപോലെ സന്തോഷത്തെയും ആവേശത്തെയും എല്ലാം ഉണർത്തുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. കറുപ്പ് നിറം അല്പം മിസ്റ്റീരിയസ് ആണ്. കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ പൊതുവെ ട്രെയിനേഴ്സ്, മജിഷ്യൻസ്, മെന്റലിസ്റ്റ് എന്നിങ്ങനെയുള്ള ആളുകളെല്ലാം യൂസ് ചെയ്യുന്നത് കാണാം. നിഗൂഢമായ കഥകൾ പറയുന്ന പല നാടകങ്ങളുടെയും സിനിമകളുടെയും എല്ലാം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അല്പം ഇരുണ്ടതായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. കാരണം കറുപ്പ് നിറത്തിന് ഒരു മിസ്റ്ററിയുടെ ഗുണമുണ്ട്. അതായത് എന്തോ ഒരു നിഗൂഢത, മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ശക്തി, അങ്ങനെ ഒരു ഇമോഷൻ നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അർത്ഥം. വെള്ള നിറത്തിനാകട്ടെ നമ്മുടെ മനസ്സിനെ വളരെയധികം പ്രസാദിപ്പിക്കുവാനും ആശ്രയിപ്പിക്കുവാനുമുള്ള ഒരു കഴിവുണ്ട്. അതുകൂടാതെ പരിശുദ്ധിയുടെ നിറമായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പല പ്രീസ്റ്റുകളും വെള്ള നിറം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സമ്മർദ്ദം, വിഷാദം, ആക്രമണ സ്വഭാവം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉറക്കത്തകരാറുകൾ, ഉത്കണ്ഠ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കളർ തെറാപ്പി യൂസ് ചെയ്യുന്നവർ ഒരുപാടുണ്ട്.